അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സാൽവീനി അക്വാട്ടിക് പ്ലാന്റ് വളർത്താനായിട്ടുള്ള ആ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ ആ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചെറിയ ടാങ്കാണ്. ചെടി വളർത്താനായതുകൊണ്ട് നമുക്ക് വലിയ ടാങ്കിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ സ്നേക്ക് ഹെഡുകൾ ഇട്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ടാങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്വയറാണ്. നമ്മളത് റെക്റ്റാങ്കിൾ ആയിട്ടാണ് സ്നേക്ക് ഹെഡുകളുടെ ടാങ്ക് ഉണ്ടാക്കിയത്. അത് ഏകദേശം ഒരു 7 അടി നീളവും 4 അടി വീതിയും ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബ്രിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ആ ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ടാങ്കിൻ്റെ ആ ഒരു ചെറിയ മോഡലാണ് ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് വെച്ചതാണ്. ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ, ഇത് ഫുള്ളായിട്ട് പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. 2-3 ദിവസം മുമ്പ് ഒരു ചേട്ടൻ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോയതാണ് നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടി. മാത്രമല്ല ഇവിടെ കണ്ടില്ലേ, തെങ്ങ് മുറിച്ചതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ടാങ്കൊന്നും സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ പറമ്പിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തെങ്ങുകൾ റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തൊന്നും നമുക്ക് ടാങ്കുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് തെങ്ങുകളൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഏരിയയിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഒരു തെങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ കാണുന്ന ഒരു തെങ്ങാണ്, എങ്കിലും കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മുടെ ടാങ്ക്. അപ്പോൾ നാളികേരൊക്കെ ഇടുന്ന സമയത്ത് അധികം പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല, കുറച്ച് നീങ്ങിയിട്ടാണ്. അതുപോലെ തന്നെ പട്ട കാര്യങ്ങളൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തെങ്ങ് നിൽക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും വീഴുക. മാത്രമല്ല ഈ ഒരു ടാങ്കിൻ്റെ തൊട്ടടുത്ത് ഒരു പുളിമരമൊക്കെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുള്ള് വർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യും. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിക്കാം. ഈ കാണുന്ന കട്ടകൾ നമ്മുടെ 8-4ൻ്റെ കട്ടകളാണ്. 8-8ൻ്റെ കട്ടകളാണെന്നുണ്ടെങ്കിൽ 2 ബ്രിക്ക് കൂട്ടി വെച്ചാൽ ഉള്ള തിക്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ 8-8ൻ്റെ കട്ടയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. ഇത് ഇപ്പോൾ 8-4ൻ്റെ കട്ടകളാണ്. നമ്മളൊരു വർക്കിന് ഇവിടെ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് വന്നപ്പോൾ ഞാനിതിന് യൂസ് ചെയ്തതാണ്. 8-4ൻ്റെ കട്ട തന്നെയാണ് നമ്മൾ മലബാർ സ്നേക്ക് ഹെഡുകളുടെ ആ ഒരു ടാങ്കിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതേപോലെ ജസ്റ്റ് ലൈൻ ചെയ്ത് വെച്ച് നമ്മൾ സൈഡിൽ മണ്ണിട്ട് ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ടാങ്കിന്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ സൈഡിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടതിന് ശേഷം നമ്മൾ പുതിയ പോളിത്തീൻ ഷീറ്റ് വിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ടാർപോളിൻ വിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ സൈസ് വരുന്നത് 4 അടി സ്ക്വയർ ആണ്. ഹൈറ്റ് വരുന്നത് ഈ ഒരു കട്ടയുടെ ഹൈറ്റ് തന്നെയാണ്. അത് ഏകദേശം 8 ഇഞ്ചാണ് വരുന്നത്. ചെടികളൊക്കെ വളർത്താനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടാങ്കുകൾ വളരെ സ്യൂട്ടബിൾ ആണ്. ഇത് ധാരാളമാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം 8 ഇഞ്ച് വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്ലോട്ടിങ് ചെടികൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. അതായത് ചെറിയ ചെടികൾക്കല്ല, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ വാട്ടർ ക്യാബേജ്, അസോള, ഡക്ക് വീഡ്, പിന്നെ അതുപോലെ തന്നെ സാൽവീനിയ. നമുക്ക് സാൽവീനിയാണ് വളർത്താനായിട്ട് വേണ്ടത്. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ടാങ്ക് കെട്ടുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ജൈൻറ്റ് ഗോരാമികൾ ഫീഡായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇത് കൊടുക്കാറുണ്ട്. അവർ നന്നായിട്ട് കഴിക്കാറുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രേ ഫിഷുകൾ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ടാങ്കിന് നമ്മൾ ഷെയ്ഡായിട്ട് കൊടുത്തിരുന്നു ക്രേ ഫിഷുകൾക്ക്. ആ സമയത്തൊക്കെ അവർ നല്ല രീതിയിൽ ഷെല്ല് കാര്യങ്ങളൊക്കെ പൊഴിച്ചിരുന്നു, കാരണം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ കൊടുത്തതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാൽവീന ഇല്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടാങ്ക് കെട്ടാനായിട്ടുള്ള സ്പേസാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെയാണ് നമ്മൾ അവിടെ നേരത്തെ കാണിച്ച ആ ഒരു ബാലൻസ് കട്ടകൾ നമ്മളവിടെ മാറ്റി വെച്ചത് കണ്ടില്ല, അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാണ് ഇതേ സെയിം 4-4 സ്ക്വയറിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. 2 ടാങ്കിൽ നമ്മൾ സാൽവീനിയ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പല ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സും വളർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സോളിഡായിട്ട് നിൽക്കുന്നതും മീനുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയതും സാൽവീനിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ വളർത്തിയിട്ടുള്ള മറ്റ് പ്ലാന്റ്സ് ആയിട്ടുള്ള അസോള, ഡക്ക് വീഡ്, വാട്ടർ ക്യാബേജ് എല്ലാം ഇതേപോലെ പല സാഹചര്യങ്ങളിൽ അത് നശിച്ചു പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സാൽവീനിയ നമ്മുടെ കയ്യിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള അസോള, അതുപോലെ നേരത്തെ പറഞ്ഞ ഈ 2 വെറൈറ്റികൾ, അതായത് വാട്ടർ ക്യാബേജും ഡക്ക് വീഡും ഒക്കെ നമ്മുടെ ചെറിയ ടാങ്കിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ. അത് മൊത്തമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. നമ്മൾ മെയിനായിട്ട് ഇട്ട ആ ഒരു ടാങ്കുകൾ, അതായത് സ്നേക്ക് ഹെഡിൻ്റെ ടാങ്കിൽ നിന്നാണ് മൊത്തത്തിൽ പോയത്. പക്ഷേ ഇതെല്ലാം കൊണ്ട് ഞാനൊരു ചെറിയ ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കിടക്കുന്നത് നമ്മുടെ പ്ലാറ്റുകൾക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ചെറിയ ടാങ്കിൽ ഇപ്പോൾ മെയിൻ്റെനൻസിനായിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ കുറച്ച് കൊണ്ട് ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഡക്ക് വീഡ്, അസോള, ഈ പറഞ്ഞ വാട്ടർ ക്യാബേജൊക്കെ കിടക്കുന്നുണ്ട്. ആ ടാങ്ക് സൺഷെയ്ഡിന് കീഴിലായതുകൊണ്ട് അതിനകത്ത് മഴവെള്ളമൊന്നും ഡയറക്റ്റ് വീഴുന്നില്ല. അതുകൊണ്ട് ഈ ചെടികൾക്കൊന്നും കുഴപ്പമില്ലാതെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനി ഭാവിയിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ഔട്ട്ഡോർ ടാങ്കുകളിലൊന്നും നമ്മൾ ഡക്ക് വീഡ്, അസോളയൊന്നും നമ്മൾ തീർച്ചയായിട്ടും വളർത്തുന്നില്ല. അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു ഓൾറെഡി. നമ്മുടെ സ്നേക്ക് ഹെഡിൻ്റെ ടാങ്കിലുണ്ടായിരുന്ന കംപ്ലീറ്റ് അസോള പോയി. ഡക്ക് വീഡ് ഉണ്ടായിരുന്നെങ്കിൽ അതും പോയേനെ. കാരണം ടെമ്പറേച്ചറൊക്കെ മഴക്കാലത്ത് കുറഞ്ഞതുകൊണ്ട്, സൺലൈറ്റ് കുറഞ്ഞതുകൊണ്ടൊന്നും അവർക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അത്തരം ചെടികൾക്ക് പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ അത് വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം റിസ്കി തന്നെയാണ്. നമ്മൾ ഷെയ്ഡിന് കീഴിൽ വളർത്തേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ നെറ്റ്, ഇത്തരം സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതാണ് ഈ ഒരു സാൽവീനിയ. വളരെ ഹാർഡി ആയിട്ടുള്ള ചെടിയാണ്. ആൽഗെ വരാതെ നോക്കിയാൽ മാത്രം മതി.
ഈ കാണുന്ന ചെറിയ ടാങ്കാണ് ഞാൻ പറഞ്ഞത് പ്ലാറ്റികൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ടാങ്ക്. ഇത് ഇപ്പോൾ വറ്റിക്കെടുക്കുകയാണ്, കണ്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പോളിത്തീൻ ഷീറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അത് ഓട്ടയായിട്ടുണ്ട്, അതുകൊണ്ട് അത് വെള്ളം ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ പോളിത്തീൻ ഷീറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇനി വെള്ളം നിറയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടത് അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സാൽവീനിയ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഡക്ക് വീഡ് കാണാം. അതുപോലെ തന്നെ അസോള കിടക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ക്യാബേജും കിടക്കുന്നുണ്ട് ചെറിയ രൂപത്തിൽ കേട്ടോ. വാട്ടർ ക്യാബേജ് നല്ല സൈസ് വയ്ക്കുന്ന ചെടിയാണ്, പക്ഷേ ഇതിനകത്ത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാം അത് കിടക്കുന്നുണ്ട്. സാൽവീനിയുടെ അതേ ഏകദേശം അളവിൽ വരുന്നതാണ് വാട്ടർ ക്യാബേജ്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ 4 ചെടികളും ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേടാവാതെ, കാരണം ഇതിനകത്ത് മഴവെള്ളം വീഴാത്തത് കൊണ്ട്. കണ്ടില്ലേ, അതാണ് വാട്ടർ ക്യാബേജ്. ഞാൻ ഇപ്പോൾ ചൂണ്ടി കാണിച്ചില്ലേ, അതാണ് വാട്ടർ ക്യാബേജിൻ്റെ ചെറിയ സൈസ്. കണ്ടില്ലേ, അത് വലുതായി വരുന്നതാണ്. അപ്പോൾ 4 ചെടികൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി പുതിയൊരു ടാങ്കിലിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല, സാൽവീനിയ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതാകുമ്പോൾ നമുക്ക് കാലാകാലങ്ങളോളം മീനുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കാനും കേടാവാതെയും നിൽക്കും. പിന്നെ ഞാൻ മെറ്റീരിയൽസ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 ചെറിയ ടാങ്കിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്. ഇന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് 2 ടാർപോളിൻ ഷീറ്റുകളാണ്. രണ്ടും സൈസ് 6x6 ആണ്, 6x6 ഫീറ്റാണ്. പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 90 GSM ആണ്. ഈ സെയിം 90 GSMത്തിൻ്റെ തന്നെയാണ് നമ്മൾ ഈ അടുത്ത് പണിത നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളുടെ ടാങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ടാങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 90 GSM യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടാങ്കിലും അത് തന്നെ യൂസ് ചെയ്യാം. 90 GSM എന്ന് പറയുന്നത് അത്ര വലിയ കട്ടിയുള്ള ടാർപോളിനൊന്നുമല്ല, നോർമൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇടുന്ന സമയത്തൊക്കെ സൂക്ഷിക്കണം. കോൺക്രീറ്റ് കട്ടയുടെ സൈഡിലോ കാര്യങ്ങളോ ഒരയാനൊന്നും പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഉള്ളിൽ വെച്ച് കെയർഫുള്ളായിട്ട് തന്നെ വിരിച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. വലിയ മീനുകൾ കിടക്കുന്ന ടാങ്കുകളിലൊന്നും ഇത്തരത്തിലുള്ള 90 GSMത്തിൻ്റെ ടാർപോളിൻ റെക്കമെൻഡ് ചെയ്യാറില്ല. മിനിമം ഒരു 200 GSM എങ്കിലും വേണം. സാധാരണ വലിയ വലിയ ഫാമുകളിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത് 500 GSMവും അതിന് മേലെയുള്ളതാണ്. അത് ഫാമുകളിലൊക്കെ അവർ ബൾക്ക് ക്വാണ്ടിറ്റി വളർത്തുമ്പോഴാണ്. നമ്മളിതുപോലെ ഹോബിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 200 GSM ഒക്കെ ധാരാളമാണ്. നമ്മൾ 90 GSMത്തിൻ്റെ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ടാങ്കുകളിലേക്ക് വേണം. ഈ ടാർപോളിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കൂടുന്തോറും പ്രൈസിന് വലിയ ഡിഫറൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു 6x6ൻ്റെ 90 GSMത്തിൻ്റെ എനിക്ക് കോസ്റ്റ് വന്നത് 150 രൂപയാണ്. 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 300 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വന്നത്. അതായത് 3 ഫീറ്റും കൂടി കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 9x9 ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് ഏകദേശം 350 രൂപയാണ്. നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. നെറ്റ് നമുക്ക് 2 എണ്ണം ആവശ്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ വാങ്ങിയില്ല, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. മുമ്പ് വാങ്ങി വെച്ചത് 2.5 മീറ്ററിൻ്റെ, അത് ഞാനിവിടെ കാണിക്കാനായിട്ട് എടുക്കാനായിട്ട് മറന്നുപോയി. നെറ്റിന് സിംഗിൾ പീസിന് 150 രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിന്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ്. 2 ടാങ്കിലും സാൽവീനിയാണ് നമ്മൾ വളർത്തുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഇടുന്നത് നമ്മൾ 2 ടൈപ്പ് സ്നെയിലുകളെയാണ്. ആദ്യത്തെ ടാങ്കിൽ നമ്മൾ ആപ്പിൾ സ്നെയിലുകളെയാണ് ഇടുന്നത്. രണ്ടാമത്തെ ടാങ്കിൽ നമ്മൾ ബ്ലാഡർ സ്നെയിലുകളെയാണ് ഇടുന്നത്. സ്നെയിലുകൾ റിസ്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവരെ യൂസ് ചെയ്യുന്നത്. മീനുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടി വളർത്താനായിട്ട് പറ്റില്ല. ടാങ്ക് പ്ലെയിൻ ആയിട്ട് ഇടുന്നതാണ് നല്ലത്. ഇതിൽ മീനുകളെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. നമ്മൾ സ്നേക്ക് ഹെഡുകളെ ഇട്ടിട്ടുള്ളത് ഈ ഒരു സെയിം ടൈപ്പ് ടാങ്കിലാണ്. കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ ഈ ഒരു ടാങ്ക്. ചെറിയ സൈസിനെയൊക്കെ ഇടാം. കുറച്ച് വലുതായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ വലിയ സ്പേസിലേക്ക് മാറ്റേണ്ടി വരും. ഞാൻ പറയാനായിട്ട് വിട്ടുപോയി, ഈ യെല്ലോ ഷീറ്റാണ് നമ്മുടെ പോളിത്തീൻ ഷീറ്റ് കേട്ടോ. ഇത് കിലോയ്ക്കാണ് പ്രൈസ് വരുന്നത്. ഞാൻ 1 കിലോ ആണ് വാങ്ങിയിട്ടുള്ളത്. 1 കിലോയ്ക്ക് വരുന്നത് 150 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ 2 ടാങ്കുകളെ കുറിച്ച് പറഞ്ഞു. അതിലേക്ക് വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്കതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളതെല്ലാം റെക്കോർഡ് ചെയ്ത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വെള്ളം നിറയ്ക്കുന്നതും ചെടികൾ ഇടുന്നതും അതിലേക്ക് സ്നെയിലുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം നെറ്റിട്ട് കവർ ചെയ്ത് കംപ്ലീറ്റ് പരിപാടി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. 2 ടാങ്കിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക, ഒറ്റ വീഡിയോയിലായിരിക്കില്ല ചെയ്യുന്നത്. കാരണം 2 സമയത്തായിട്ടാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.